ഇനിയെങ്കിലും അതൊന്നും കൊടുക്കെടുത്തി. അപ്പൊ ഞാൻ ഊഹിച്ചതൊക്കെ ശരി തന്നെയാ. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞതോടെ ധനുഷിന് സ്നേഹിയോട് വല്ലാത്ത ഇഷ്ടം തോന്നിക്കാണും. അതാണേ ഈ ഗിഫ്റ്റൊക്കെ അയച്ചത്. നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നെ? നിങ്ങളുടെ കൊട്ടയിൽ നിന്ന് ധനുഷ് എന്ന കൗശലക്കാരൻ ഇപ്പൊ ചാടിപ്പോയി അല്ലേ? അവനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സ്നേഹയാ. അവന് സ്നേഹയോട് ഇഷ്ടം തോന്നിയെങ്കിൽ അതിനർത്ഥം അവന് നിങ്ങളെ മടുത്തൂന്നാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങൾ സൂക്ഷിക്കുന്നതൊക്കെ ദുഃഖത്തിലല്ലേ തീരുള്ളൂ. നീ എത്ര ദേഷ്യം കാണിച്ചാലും പറയാനുള്ളത് ഞാൻ പറയും. വിവാഹത്തിന് മുമ്പ് ധനുഷിന്റെ കയ്യിൽ നിന്നുള്ള ഒരു സമ്മാനവും നിനക്ക് ആവശ്യമില്ല. അതെന്താ? എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. എന്റെ പേരിൽ വന്നൊരു കൊറിയർ പൊട്ടിച്ചു നോക്കാൻ ഏട്ടത്തിക്ക് എന്താ കാര്യം? കാര്യമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തോന്നി. നിനക്ക് വരുന്ന കൊറിയർ പൊട്ടിച്ചു നോക്കിയെങ്കിൽ അതിന് കാരണമുണ്ട്. ധനുഷ് ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അവന് നിനക്കൊരു ഗിഫ്റ്റ് തരണമെങ്കിൽ അത് നേരിട്ടായിക്കൂടെ? എന്തിനാ പാഴ്സൽ അയക്കുന്നത്? അതും സ്വന്തം പേര് പോലും വെളിപ്പെടുത്താതെ. ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ സംശയം തോന്നും. എനിക്കെന്നല്ല, ആർക്കായാലും. നീയും അവനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയപ്പോ മുതല് നിന്നെ ഞാൻ ഇതിന്ന് വിലക്കുന്നതാ. അത് നീ അനുസരിച്ചില്ല എന്ന് മാത്രമല്ല, എന്തോ വാശി പോലെ നീ അങ്ങ് പെരുമാറുകയും ചെയ്തു. ഇപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്നു. വാശി തന്നെയാ നിന്റെ ഏട്ടത്തെയും ജീവിക്കുന്നത്. എന്ത് മാനദണ്ഡത്തിന്റെ പേരിലാ നീ അവനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇനി അങ്ങനെയൊന്നും അല്ല, അകപ്പെട്ടു പോയതാണെങ്കിൽ നിനക്ക് ഇനിയും സമയം ബാക്കിയുണ്ട്. ഏത് മാനദണ്ഡം നോക്കിയാലും എനിക്ക് ധനുഷിന് ഇഷ്ടാ. ഞാൻ അവന്റെ കൂടെ മാത്രമേ ജീവിക്കൂ. അവനിൽ നിന്നോ അവന്റെ സ്നേഹത്തിൽ നിന്നോ പുറത്തേക്ക് വരാൻ ഞാൻ തയ്യാറല്ല. അതിനി ആര് പറഞ്ഞിട്ടാണെങ്കിലും. വിവാഹം നിങ്ങളൊക്കെ മുടക്കുമായിരിക്കും. എന്നെയും ധനുഷിനെയും പിരിക്കാൻ നിങ്ങൾക്കാവില്ലല്ലോ. എന്നെ പറഞ്ഞ് മനസ്സ് മാറ്റാനാണെങ്കിൽ ഇവിടെ നിന്ന് സമയം കളയണ്ട. അങ്ങനെ വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾക്കനുസരിച്ച് സ്നേഹിച്ച ആളെ തള്ളിക്കളയുന്ന ഒരു പെൺകുട്ടി അല്ല സ്നേഹ. നിന്റെ അമ്മയായിരുന്നു നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നീ ഇതുപോലെ പറയുമായിരുന്നു. ഏട്ടത്തെ അമ്മയാണെന്ന് പറഞ്ഞാ പോരാ, അതിനനുസരിച്ചാവണം സ്നേഹവും പെരുമാറ്റവും ഒക്കെ. ഒരു ദിവസം നീ എന്നോട് പറഞ്ഞു, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി നിന്നെ കണ്ടോളാം. സുഹൃത്തിന്റെ അർത്ഥം അറിയാം നിനക്ക്? നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഞാൻ നിനക്ക് അമ്മയും സുഹൃത്തുവാ. അമ്മയുടെ വാത്സല്യത്തിലും സുഹൃത്തിന്റെ ശാസനയിലും തന്നെയാ നിന്നോട് ഞാൻ ഓരോന്നും പറയുന്നത്. പിന്നെ ഇതൊന്നും മിണ്ടാതെ എന്റെ സച്ചേട്ടനും കാര്യം നോക്കി എനിക്ക് ജീവിക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല ഞാൻ ഇതും പറഞ്ഞ് നിന്റെ പുറകെ നടക്കുന്നത്. നീ എങ്ങനെ ജീവിച്ചാലും അതെന്നെ ബാധിക്കേയില്ല. പക്ഷേ ഞാൻ സച്ചേട്ടനൊപ്പം ഇവിടെ വന്ന നാള് മുതൽ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയതുകൊണ്ടാ. അല്ലെങ്കിൽ സ്നേഹയുടെ ജീവിതം എങ്ങനെയായാലും അർച്ചനയ്ക്കെന്താ? ആ സ്നേഹം അതുപോലെ തന്നെ ഇപ്പോഴും ഉള്ളിൽ അവശേഷിക്കുന്നതുകൊണ്ട് പലതിൽ നിന്നും ഞാൻ നിന്നെ വിലക്കുന്നത്. അതിപ്പോ നിനക്ക് ദേഷ്യം വെറുപ്പും തോന്നിയാലും നാളെ ഒരു സമയത്ത് നിനക്ക് എല്ലാം ബോധ്യപ്പെടും. എല്ലാം ബോധ്യപ്പെടാൻ ഇനി അധിക സമയമൊന്നുമില്ല. 2 ദിവസം. അത് ബോധ്യപ്പെടുന്നത് വരെ ഇതൊക്കെ തന്നെയാവും സംഭവിക്കുന്നത്. ഈ വീട്ടുകാരെല്ലാവരും എതിർത്താലും ആരൊക്കെ നടക്കില്ലെന്ന് പറഞ്ഞാലും
ധനുഷ് നിന്നെ മാത്രമേ വിവാഹം കഴിക്കൂ വേറൊരു നിവൃത്തിയില്ലെങ്കിൽ ഒരുമിച്ച് നാട് വിടാന്നൊക്കെ അവൻ ആ ഗിഫ്റ്റിലെ കത്തിൽ വിവരിച്ചെഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. നേരത്തെ നീ എന്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങിയപ്പോ ഞാൻ മിണ്ടാ നിന്നത് നിനക്കൊരടിയും തന്ന് ഇത് തിരികെ വാങ്ങാൻ അറിയാത്തോണ്ടല്ല. എന്നെപ്പോലെ മറ്റൊരേട്ടത്തിയുടെ മുമ്പിൽ വെച്ച് നിന്നെ നാണം കെടുത്തണ്ടെന്ന് കരുതിയിട്ടാ. ഇത് എന്റെ കൈയിരിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ മറികടന്ന് നീ ധനുഷിനെ വിവാഹം കഴിച്ച അന്ന് എടുത്തി നിനക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നതും ഇത് തന്നെയാ. അതിങ്ങനെ കീറി പറഞ്ഞ രീതിയിലല്ല, നീ ഇത് കാണാൻ ആഗ്രഹിച്ച രീതി തന്നെ. നേരത്തെ നീ പറഞ്ഞില്ലേ വീട്ടുകാരുടെ തെറ്റിദ്ധാരണയിൽ മനസ്സ് മാറുന്നൊരു പെൺകുട്ടിയല്ല നീന്ന്. മക്കളെ സ്നേഹിക്കുന്ന വീട്ടുകാരുടെ തെറ്റിദ്ധാരണകൾ കൂടുതൽ ശരിയായിട്ടേ ഉള്ളൂ. സ്നേഹിക്കുന്നവരുടെ വാക്കിന് വില കൽപ്പിക്കാതെ എടുത്തു ചാടി ജീവിതം തകർക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടെ നിലയിലേക്ക് താഴരുത് നീ. ഇത് ഏട്ടത്തിയല്ല, നിന്റെ അമ്മ തന്നെ പറയുന്നതാണെന്ന് കരുതിയാൽ മതി. ഇങ്ങോട്ടൊരു കോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കണ്ടില്ല. അതാ ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് കരുതിയത്. ഞാൻ അയച്ച ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയിട്ടും ഒരു വിളിയോ മെസ്സേജോ കണ്ടില്ല. എന്തുപറ്റി? മറന്നുപോയതാണോ? അതോ ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ? നീ അയച്ചിട്ട് അതെന്നെ ഒന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. കിട്ടേണ്ടവരുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടാ അതെനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഞാനത് നോക്കിയത് പോലുമില്ല. അപ്പോ തന്റെ കയ്യിലല്ലേ അതുകൊണ്ട് വന്ന് തന്നത്? അല്ല, അർച്ചനേടത്തിയുടെ കയ്യില. ഏട്ടത്തി പൊട്ടിച്ച് നോക്കുകയും ചെയ്തു. ഏട്ടത്തി കണ്ടത് പോരാഞ്ഞിട്ട് അവന്തി ഏട്ടത്തിയെ കൂടി കാണിച്ചു അതൊക്കെ. അവരെല്ലാം കണ്ടെന്നറിഞ്ഞപ്പോ തന്നെ എന്റെ മൂഡ് പോയി. അതില് ഞാനൊരു കത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അതും അവര് വായിച്ചു. അവരുടെ അടുത്തുനിന്ന് ഞാനത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത് അർച്ചനേട്ടത്തി വന്ന് എടുത്തോണ്ട് പോവുകയും ചെയ്തു. എനിക്കറിയാം ധനുഷിന് വിഷമായി കാണുമെന്ന്. അത്ര ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി വാങ്ങിയതല്ലേ. വിധിയില്ല ധനുഷ്. ഇവര് നമുക്ക് ഒരിക്കലും സമാധാനം തരില്ലെന്നും പറഞ്ഞ് തുനിഞ്ഞ് ഇറങ്ങിയേക്കാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് മതി കേട്ടോ. എന്തിനാ വെറുതെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ടുണ്ടാക്കി കൊടുക്കുന്നേ? ശരി, എന്നാ ഞാൻ പിന്നീട് വിളിക്കാം. നല്ല തലവേദന, ഞാൻ കിടക്കട്ടെ. പിന്നെ വേറൊരു കാര്യം. എന്താ? ധനുഷ് ഞാൻ കരുതുന്ന പോലെ ഒരാളല്ലെന്നും നീ എന്നെ ചതിക്കുമെന്ന് നോക്കിയാ ഇന്നും അർച്ചനയെടുത്ത് എന്നോട് പറഞ്ഞത്. അത് പിന്നെ യൂഷ്വൽ സോങ് ആയതുകൊണ്ട് ഞാൻ ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ
എനിക്കത് 2 ദിവസത്തിനുള്ളിൽ ബോധ്യാവൂന്ന് അവര് പറഞ്ഞേ. സ്നേഹയെ മറന്ന് നീ ഈ നാട്ടിൽ നിന്നും പോണം. ഇനി ഒരിക്കലും നിന്നെ ഈ നാട്ടിൽ ആരും കാണരുത്. 2 ദിവസം 48 മണിക്കൂർ സമയം നിനക്കുണ്ട്. അതെന്താ ഈ 2 ദിവസത്തെ കണക്ക്? ഹലോ ധനുഷ്, ഹലോ. അവന്തിക അറിയാതിരിക്കാനാ അത് പാഴ്സലായിട്ട് അയച്ചത്. അപ്പോൾ അത് അവളുടെ മുന്നിൽ തന്നെ അർച്ചന എത്തിച്ചു. ഞാൻ ആ കാര്യം അറിഞ്ഞതായിട്ട് തൽക്കാലം ഭാവിക്കണ്ട. എന്തെങ്കിലും പറഞ്ഞ് പിന്നീട് പിണങ്ങിയ അജയനെ കൊന്നത് ഞാനാണെന്ന് ചിലപ്പോൾ അവൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞെന്ന് വരും. സ്നേഹയോട് ഞാൻ അമിതമായി സ്നേഹം കാണിക്കുന്നെന്നൊരു സംശയം അവന്തികയ്ക്കുണ്ട്. ഇതുകൂടി അറിഞ്ഞ സ്ഥിതിക്ക് അവളത് ഉറപ്പിക്കും. ഞാൻ അവനോടൊപ്പം ഉണ്ടെന്നുള്ള തോന്നൽ അവന് വേണം. അല്ലെങ്കിൽ അവൻ എന്നിൽ നിന്ന് മാറി ചിന്തിക്കും. എത്രയും വേഗം സ്നേഹയുമായിട്ടുള്ള വിവാഹം നടക്കണം. ഇത് അവന്തികയുടെ പ്ലാനിംഗത്തിന് നടക്കുകയും വേണം. പക്ഷേ ഇതെങ്ങനെ അവന്തികയോട് അവതരിപ്പിക്കും? എന്നോട് ദേഷ്യപ്പെടാൻ വിളിക്കുന്നതായിരിക്കും. ഹലോ, നീ എവിടെയാ? ഞാൻ റൂമിലുണ്ട്. സ്നേഹ വേഗം വിവാഹം കഴിക്കണമെന്നും അതിന് എന്നോട് പ്ലാൻ ചെയ്യാനും പറഞ്ഞിട്ട് നിന്റെ വിവരമൊന്നുമില്ല. അതാ ഞാൻ വിളിച്ചത്. ഞാൻ കൊണ്ട് വിളിക്കാനിരിക്കുമായിരുന്നു. എന്തായി, താൻ ആലോചിച്ചോ? എൻ്റെ മനസ്സിൽ ചിലതൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പറയാം. നാളെ നമുക്കൊന്ന് പുറത്തു വെച്ച് കാണാം. അപ്പോൾ എല്ലാം വിശദമായിട്ട് ഞാൻ പറയാം. ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിൽ നിന്നൊക്കെ സച്ചേട്ടൻ എന്താ മനസ്സിലായത്? താൻ 2 ദിവസത്തെ സമയം അവന് കൊടുത്തപ്പോ ആ 2 ദിവസത്തിനകം അവൻ വേറെന്തോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറെന്തോ അല്ല സച്ചേട്ടാ, ഞാനിത് സ്നേഹയോട് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കാത്ത രീതിയിൽ അവളെ അടുപ്പിക്കാനുള്ള ശ്രമമാ അവൻ്റേത്. ആ എങ്കിൽ താൻ അവന് കൊടുത്ത വാക്ക് മറന്നേക്ക്. എന്നിട്ട് ACP വിളിച്ച് കാര്യം പറ. ഇത് മാത്രമല്ല, നമുക്കറിയാവുന്ന എല്ലാം പറയും. ഈ വിവാഹം മുടക്കാനും ധനുഷിനെ പറ്റി ഇവിടെ എല്ലാവരോടും അറിയിക്കാനും ഈ കാര്യം മാത്രമല്ല ഉള്ളത്. ഇതിലും വലിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ സച്ചേട്ടനിൽ നിന്ന് തന്നെ മറച്ചു വച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അത് സച്ചേട്ടന് സഹിക്കാനാവുന്നതിലും അപ്പുറം ആയതുകൊണ്ടാണ്. സച്ചേട്ടൻ പോലും സഹിക്കാൻ പാടുപെടുന്നൊരു കാര്യം അച്ഛൻ അറിഞ്ഞാലുള്ള സ്ഥിതി എന്താവും? അവസാനത്തൊരു തീർപ്പിന് വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്നൊരു കാര്യം അത്. ഇവിടെ അച്ഛൻ മാത്രമല്ല, നന്ദേട്ടനും ധനുഷിനെ അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതിൽ കൂടുതലായി സ്നേഹ.
ഇപ്പൊ പിന്നെ നമ്മളോട് ദേഷ്യം അകൽച്ചയുണ്ടെന്ന് കരുതി അവരെ നമുക്ക് തകർക്കണോ? ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ അവസാനം വരെ നമുക്ക് ശ്രമിച്ചു നോക്കാം. നിവർത്തിയില്ലെങ്കിൽ അതേ ഉള്ളൊരു മാർഗം. ഇതിപ്പോ താൻ കൊടുത്ത 2 ദിവസത്തിനകം ധനുഷ് ഇവിടുന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. 10 ദിവസത്തിനകത്താണ് വിവാഹം. ഒന്നുകിൽ താൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാരെയും വിഷമിപ്പിച്ച് അവസാനത്തെ ഒരു തീർപ്പ്, അല്ലെങ്കിൽ ഈ വിവാഹം നടക്കാതിരിക്കാനുള്ള മറ്റെന്തെങ്കിലും. അതിലൊന്ന് തീരുമാനിച്ചേ പറ്റൂ. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയട്ടെ. 11 ദിവസത്തിന് ശേഷം വിവാഹമെന്ന് പറഞ്ഞത് ജോത്സ്യന്. ആ, അതേ ജോത്സ്യൻ ഇതിപ്പോ നടക്കില്ല എന്ന് പറഞ്ഞാലോ? അതെങ്ങനെയാ അർച്ചനെ? അയാൾ നേരത്തെ ജാതകമൊക്കെ നോക്കി സമയം കുറിച്ച് നടക്കേണ്ട തീയതിയും പറഞ്ഞതല്ലേ? ആ സമയത്ത് കാണാത്ത ചില ദോഷങ്ങൾ പിന്നീട് വിശദമായിട്ട് നോക്കിയപ്പോൾ കണ്ടു എന്ന് പറയണം. അത് നമ്മൾ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുമോ? ജോത്സ്യൻ തന്നെ പറയണ്ടേ? അതിനെന്ത് ചെയ്യും? നമുക്ക് നേരിട്ട് ചെന്ന് ജോത്സ്യനെ ഒന്ന് കാണാം. എന്നിട്ട് മുഴുവൻ സത്യങ്ങളും അദ്ദേഹത്തോട് പറയാം. ഈശ്വരാധീനമുള്ള ആളല്ലേ, സത്യം സത്യം പോലെ അദ്ദേഹത്തിന് മനസ്സിലാവാതിരിക്കില്ല. ഈ വിവാഹം ഇപ്പൊ നടന്ന ദോഷമാണെന്ന് അദ്ദേഹത്തെ കൊണ്ട് അച്ഛനോടൊന്ന് പറയിപ്പിച്ചാൽ മാത്രം മതി, നമുക്ക് ആവശ്യമുള്ള സാവകാശത്തിന്. ഇങ്ങനെയുള്ളവര് കള്ളം പറയോ? നല്ലതിനു വേണ്ടിയല്ലേ സച്ചേട്ടാ. അദ്ദേഹത്തിന് പറഞ്ഞാൽ മനസ്സിലാവും. അദ്ദേഹം അത് പറയുന്നതോടുകൂടി എത്ര ജീവിതങ്ങളാ രക്ഷപ്പെടുന്നത്. മാത്രമല്ല, നമ്മളും സത്യമായിട്ടുള്ള കാര്യമല്ലേ പറയുന്നുള്ളൂ. എങ്കിൽ ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലേ? അതെ, നമുക്ക് നാളെ തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിക്കാം. ശരിയാവുന്ന എന്റെ മനസ്സ് പറയുന്നത്. സച്ചേട്ടമ്മ, നമുക്ക് മൊത്തത്തിലൊന്ന് പ്ലാൻ ചെയ്യാം. ആലോചന കഴിഞ്ഞെങ്കിൽ നീ എന്തെങ്കിലും ഒന്ന് പറയും. പറയാം. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ സ്നേഹയുടെയും വിവാഹം ഒരു തടസ്സവും കൂടാതെ നടക്കാൻ വേണ്ടി അതിനെതിരായി നിൽക്കുന്നവരെയെല്ലാം പല സ്ഥലങ്ങളിലായി ബ്ലോക്ക് ചെയ്ത് നിർത്തേണ്ടി വരും. എന്നു പറഞ്ഞാൽ മറ്റെന്താവശ്യം ഉണ്ടായാലും നിന്നിടത്ത് നിന്ന് ഒരടി മാറ്റി വെക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്യണം. അങ്ങനെ എല്ലാവരെയും വേണമെന്നൊന്നുമില്ല. അർച്ചനയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആലോചിച്ചാൽ മതി. പോരാ, ഇതിൽ നിന്ന് സ്നേഹയെ പിന്തിരിപ്പിക്കുന്ന കാര്യം അർച്ചനയാണ് ഏറ്റതെങ്കിലും ചിലപ്പോ അവസാനമായി ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് സച്ചിൻ സന്ദീപും തീരുമാനിക്കുകയും അവസാനത്തെ ശ്രമം എന്ന രീതിയിൽ ഉപദേശിക്കുമ്പോൾ സ്നേഹയുടെ മനസ്സ് മാറിയ അവിടെ തീരും എല്ലാം. അതിനൊരു ഇട കൊടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ വിവാഹം മുടക്കാൻ സാധ്യതയുള്ള സകലരെയും നേരത്തെ കൂട്ടി നമ്മൾ ബ്ലോക്ക് ചെയ്യണം. എതിർക്കുന്നവരുടെ അസാന്നിധ്യമാണ് ഈ വിവാഹത്തിന്റെ വിജയം. ശരി, എന്നാ നീ പറയും, എങ്ങനെയാ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്? അതിനുവേണ്ടി എന്ത് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. എല്ലാത്തിനെയും കൂടി ഒരുമിച്ചങ്ങ് തട്ടിക്കൊണ്ടു പോയാലോ? നന്നായിരിക്കും. എന്നിട്ട് നിന്റെ വിവാഹം കഴിയുമ്പോ ഒരുമിച്ച് തുറന്നുവിടാം. നീ എന്നെ കളിയാക്കുവാണോ? പിന്നല്ലാതെ. നീ പറയുന്ന മണ്ടത്തരം കേട്ട് ഞാനും അത് ശരിവെക്കണം.
ഞാൻ പറയുന്നത് പോലെ കേട്ട് എല്ലാം നടത്തിയെടുക്കാൻ പറ്റിയ നീ പറയുന്ന ഈ വിവാഹം നടക്കും. അല്ലെങ്കിൽ എപ്പോഴത്തേം പോലെ നടക്കെ കൊണ്ടുപോയി കല ഉടയ്ക്കുന്ന സ്ഥിരം പരിപാടിയായിരിക്കും നടക്കാൻ പോകുന്നത്. എല്ലാത്തിനെയും പിടിച്ച് പൂട്ടിയിട്ട് തുറന്നു വിടുമ്പോ അവന്മാർ ആദ്യം ചെയ്യാൻ പോകുന്നത് സഹോദരി ഭർത്താവിനെ കൊല്ലാനുള്ള കത്തി എടുക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ നീ പറഞ്ഞ തട്ടിക്കൊണ്ടുപോക്ക് അതിൽ ഒരാളുടെ കാര്യത്തിൽ നോക്കാവുന്നതാ. അതും ഏതെങ്കിലും ഒരാളുടെ കാര്യത്തിൽ. മറ്റുള്ളവരെ അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ലോക്ക് ചെയ്യണം. ആദ്യം നമുക്ക് സന്ദീപിന്റെയും അനൂപിന്റെയും മീരയുടെയും കാര്യം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആതിര ഹോസ്പിറ്റലിലായത് അനുഗ്രഹമായിട്ട് മാറ്റിയെടുക്കണം നമുക്ക്.